രാവിലെ തന്നെ ജിൻഡോയുടെ പരാതി ബിഗ് ബോസിനോട്. സംഭവം മറ്റൊന്നുമല്ല, നോറയും ജാസ്മിനും കൊടുത്ത മാലയെക്കുറിച്ചാണ്. ഒരുപാട് മുത്തുകൾ അവർക്ക് നൽകിയിരുന്നു. 2 തരം മുത്തുകളാണ് നൽകിയിരുന്നത്. അതുപയോഗിച്ച് 19 മാലകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. ഹൗസിലുള്ള ഓരോരുത്തർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ മുത്തുമാലകൾ തയ്യാറാക്കാനായിട്ട് അവർ ചെറിയൊരു മുത്തുമാലകളാണ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ജാസ്മിനും നൂറയും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ചെറിയ മുത്തുമാലയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കഴുത്തിലേക്ക് ഇടാവുന്ന പരുവത്തിൽ ഇത്രേ പറ്റുള്ളൂ, അതിന് മാത്രമേ നൂലുള്ളൂ, ആ നൂലിനനുസരിച്ച് കോർക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ജാസ്മിനും നൂറയും ഇന്നലെ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പൊ ജിൻഡോ ബിഗ് ബോസിനോട് ആ മാലകൾ മുഴുവൻ കാണിച്ചുകൊണ്ട് പരാതി പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസെ, നിങ്ങൾ കൊടുത്ത പണി പോലും അവർ വൃത്തിക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് അവർ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെ ജയിലിലേക്ക് വിടേണ്ടി വന്നത്. പക്ഷേ ജയിലിൽ വിട്ടിട്ട് പോലും നിങ്ങൾ കൊടുത്ത പണി പോലും അവർ വൃത്തിക്ക് ചെയ്തിട്ടില്ല. മാലയുടെ പകുതി, അതായത് നൂലിന്റെ പകുതി മാത്രമേ അവർ മുത്തു കോർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം അവർ കെട്ടാനായിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാതെ അവർ മുഴുവനായിട്ട് മുത്ത് കോർക്കുക. ബാക്കി ഇതേ മുത്ത് ഇതിലിരിക്കുന്നു, 2 മുത്തും ബാക്കി ഇതിലിരിക്കുന്നു. അവർക്ക് നന്നായിട്ട് അത് വൃത്തിക്ക് മാല കോർക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. എനിക്ക് എന്തായാലും ഇതിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. ഇതിൽ ബിഗ് ബോസ് വേണം ഇടപെടാനായിട്ട്. അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ബിഗ് ബോസ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ആൾക്കാർ ജയിലിൽ പോവും. ഞാനും പോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇതുപോലെ പണിയെടുക്കാതിരിക്കാനുള്ള ഒരു കാര്യമായി തീരും ഇത്. അതുകൊണ്ട് ഇതിനുള്ളത് എന്താ നടപടി എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എടുക്കണം എന്നുള്ളതാണ് അവിടെ ജിൻഡോയുടെ ബിഗ് ബോസിനോടുള്ള പരാതി ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് ഇതിന് നടപടി എടുക്കോ ഇല്ലയോ എന്നൊന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അതിന് റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എത്തുമ്പോൾ അത് ചോദിക്കും, എന്താ മാല വൃത്തിക്ക് കോർക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കും. നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ വീണ്ടും ജയിലിൽ കൊണ്ടുപോയിരുത്തിയിട്ട് പണിയെടുപ്പിച്ച കാലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചിലപ്പോൾ മാല കോർക്കാനായിട്ട് ചിലപ്പോൾ കൊടുക്കാം. അവർക്ക് നന്നായി മാല കോർത്തേ തീരൂ എന്ന് ബിഗ് ബോസിനുണ്ടെങ്കിൽ. അല്ല, അവർ കോർത്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.